ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഇസ് ജോയൽ തോമസ് ആസ് ഹെൽമെറ്റ്. സോ നമ്മളിന്ന് വന്നേക്കുന്നത് പുതിയൊരു ഫോൺ ഹോൾഡറായിട്ടാണ്. ബോബോയുടെ BM10H Pro എന്ന മോഡൽ നമ്പറുള്ള ഒരു ഫോൺ ഹോൾഡറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഈ ഫോൺ ഹോൾഡറിനൊരു വൈബ്രേഷൻ കൺട്രോളർ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. സാധാരണ ഫോൺ ഹോൾഡേഴ്സ് GPS മൗണ്ട് ഫോൺ ഹോൾഡേഴ്സ് ആണെങ്കിൽ അത് നമ്മൾ ഗട്ടറും കാര്യങ്ങളായിട്ടൊക്കെ പോകുമ്പം അതിൽ ബൈക്കിൽ ഓരോ ഷേക്ക് വരുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ ക്യാമറേനെയും അത് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ കൺട്രോളും കൂടിയുള്ള ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് നമുക്കിവിടെ പുറത്ത് എഴുതി വെക്കുന്ന പോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മെയിൻ യൂണിറ്റ് വിത്ത് വൈബ്രേഷൻ കൺട്രോളർ, പിന്നെ ഒരു 32 mm ഡയമീറ്ററുള്ള ഒരു ബക്കിൾ നമ്മുടെ ഹാൻഡിൽ ബാറിലൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ 22 mm ആയിട്ടും 25 mm ആയിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് സ്പേസർ. ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ട്രാൻസ്പെറൻറ്റ് ഫിലിമുണ്ട്. പിന്നെ നമ്മുടെ ടച്ച് സ്ക്രീനൊക്കെ സീംലെസ് ആയിട്ട് വർക്ക് ചെയ്യും. അതേപോലെ തന്നെ ട്രാൻസ്പെറൻറ്റ് ഫിലിം ബാക്കിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇൻ കേസ് വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ അത് ഈസി ആയിരിക്കും. സേഫ്റ്റി ലോക്സ് ഉണ്ട്. ഞാനിത് തുറന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ഇതിന് തുറക്കുമ്പോൾ നമുക്ക് വരുന്നത് ഒരു കാർഡ് വരുന്നുണ്ട്. ബോബോയുടെ ഒരു വാറൻറ്റി കാർഡാണെന്ന് തോന്നുന്നു. 1 year ഫിസിക്കൽ ഡാമേജ് പ്രൊട്ടക്ഷനും 2 year എക്സ്റ്റൻഡ് വാറൻറ്റി ഉണ്ട്. പക്ഷേ ഇതൊക്കെ അറ്റ് ആൻ എക്സ്റ്റൻഡ് പ്രൈസാണ്. നമുക്ക് മാറ്റി വെക്കാം. ഇവിടെ നമുക്ക് BM10H Proൻ്റെ ഒരു ലേബൽ എഴുതിയിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ നമുക്കൊരു കേസ് ഉണ്ട്. ഹൈലി സെക്യൂർ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഡിസൈൻ. അപ്പോൾ ഈ ഒരു കേസ് നമുക്കിപ്പോൾ തൽക്കാലം മാറ്റി വെക്കാം. ബാക്കി നമ്മുടെ ബോക്സിലുള്ളത് നേരത്തെ പറഞ്ഞ പോലെ 25 mm 22 mm ഡയമീറ്ററുള്ള സ്പേസസ്, അതിൻ്റെ കൂടെ തന്നെ 32 mm ബൈക്ക് ഹാൻഡിൽ ബക്കിൾ, കൂടാതെ ഒരു കീ ചെയിനും ബോബോ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. നമുക്ക് പ്രൊഡക്റ്റിലേക്ക് വരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുമ്പിലും പുറകിലും 2 ട്രാൻസ്പെറൻറ്റ് ഫിലിമാണ്. നല്ല ക്ലിയർ ലുക്കാണുള്ളത്. അതേപോലെ പുറകിലും ഉണ്ട് ട്രാൻസ്പെറൻറ്റ് ഫിലിം. ഇതിന് 3 സേഫ്റ്റി ലോക്സാണ് വന്നിട്ടുള്ളത്. ലെഫ്റ്റിലും റൈറ്റിലും താഴെയാണ്, ബോട്ടമിലുമാണ്. നമുക്കിങ്ങനെ തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഫോൺ ഇവിടെ പ്ലേസ് ചെയ്യാം. എക്സാമ്പിൾ നമ്മളൊരു ഫോൺ എടുക്കുകയാണെങ്കിൽ ഫോൺ ഇങ്ങനെ വെച്ച് നമുക്ക് ഈസി ആയിട്ട് ലോക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇവർ പറഞ്ഞ പോലെ തന്നെ ടച്ച് സ്ക്രീനും നമുക്ക് വളരെ ഈസി അല്ല, എന്നാലും കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാമറ എടുക്കണമെങ്കിൽ ക്യാമറയൊക്കെ എടുക്കാം. അങ്ങനെ ഈസിയാണ് ഏകദേശം. അപ്പം ഇത് റിമൂവ് ചെയ്യാനും ഈ 3 സേഫ്റ്റി ലോക്സും തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ റിമൂവ് ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വൈബ്രേഷൻ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് ഒരു വൈബ്രേഷൻ കൺട്രോളർ ഇവിടെയുണ്ട്. അതുകൂടാതെ ഇതൊരു വാട്ടർ പ്രൂഫ് കേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു എക്സ്റ്റേണൽ ഒരു ട്രേ പോലെയുണ്ട്. സോഫ്റ്റ് റബ്ബറിഷാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു ചാർജർ പോയിൻറ്റും ഉണ്ട്. നമ്മുടെ ഫോൺ ബൈക്കിൽ ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വഴി കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഫോണുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം ബൈക്കിൽ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിവിടെ ഒരു പ്ലാസ്റ്റിക് ക്യാപ്പുണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബോൾ സോക്കറ്റ് ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹാൻഡിൽ ബാറിലേക്ക് മൗണ്ട് ചെയ്യുന്ന സാധനം നമ്മുടെ ഹാൻഡിൽ ബാറിലോ GPS മൗണ്ടിലോ എവിടെയെന്ന് വെച്ചാൽ മൗണ്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം റിങ് കൊടുക്കണം. അതിനുശേഷം ഈ ബോൾ ഈ സോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു റിങ് വെച്ച് നമുക്ക് ആ ഒരു കപ്ലിങ് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ സംഭവം ചെയ്യേണ്ടത്. നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മുടെ ഫോൺ വിസിബിൾ ആവും. ഫോണിൽ നമുക്ക് വല്ല മ്യൂസിക് പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ GPS ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റൈഡിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ ഒരു എക്സ്റ്റേണൽ സ്ക്രീൻ വെച്ച പോലെ തന്നെ നമുക്ക് വിസിബിൾ ആവും. അപ്പോൾ കണ്ടിട്ട് നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത്. ഇതിൻ്റെ ബൈക്കിൽ ഫിറ്റ് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.